ഞങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി മോനും എനിക്കുമൊക്കെ ഇങ്ങനെ ഓരോ രോഗങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ അറിയാവുന്നവർ ചോദിക്കും, നമ്മളൊരു നോർമൽ രീതിയിലുള്ള പള്ളി ഒക്കെ പ്രാർത്ഥന, പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ കാരണവന്മാരായിട്ട് അങ്ങനെ നമ്മുടെ ഒരു ഈശോയിലും മാതാവിലുള്ളൊരു ഭയങ്കര വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ ദൈവം നമ്മളെ കാണുന്നില്ലേ അറിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പം ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് പറയുമോ, ദൈവം ഉള്ള ഇങ്ങനെ ഞങ്ങളെ കരുതുന്നതുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറയും. പക്ഷെ ഞാൻ അജിയോട് പറയും, ശരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ ദൈവം തന്നിട്ട് ഒന്നോ രണ്ടോ അസുഖങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ തരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പരാതി പറയുന്നത് അത് ശരിയല്ല. ഒത്തിരി നമുക്ക് തന്നേക്കുന്ന നന്മകൾ കാണാതെ നമുക്ക് തന്നേക്കുന്ന എന്തെങ്കിലും രോഗത്തിൻ്റെ പേരിൽ നമ്മളൊരിക്കലും പരാതി പറയുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ എപ്പോഴും ഞങ്ങൾക്കൊരു ആദ്യം പറഞ്ഞല്ലോ, പ്രതീക്ഷ എപ്പോഴും അങ്ങനെ ശരിയായി വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കുറഞ്ഞു ഇപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ ആത്മാവിന് ഏതാണോ നല്ലത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ള ഒരു രീതിയാണ്. അതിനുള്ള ശക്തി, ഇതിനെ തരണം ചെയ്യാനുള്ള ശക്തി ദൈവം ഞങ്ങൾക്ക് തരും, കൈപിടിച്ച് കൊണ്ട് നടക്കും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസം. ഓരോ ഘട്ടം കഴിയും തോറും നമുക്ക് ആ വിശ്വാസം കൂടുതലായിട്ട് കാരണം ഞങ്ങളെ നടത്തുന്ന ദൈവം ഞങ്ങൾക്കൊരോ മാർഗ്ഗം ഇങ്ങനെ കാണിച്ചു തരുന്നു, അതിന് വേണ്ട ആൾക്കാരെ തരുന്നു. അതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ വെച്ചാൽ നമ്മളെ രക്ഷിക്കുന്ന സ്നേഹം ഇത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പല അവസരങ്ങളിലും ഓരോ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ യൂണിറ്റിൽ പല ഓരോ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളിടത്ത് നമ്മളെ മാറ്റി രക്ഷപ്പെടുത്തുന്നതൊക്കെ നമുക്ക് ശരിക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ദൈവം കൊണ്ട് നടക്കുന്നത് നമുക്ക് ഇപ്പം കൂടുതലായിട്ട് മനസ്സിലാകുന്നു പണ്ടത്തേക്കാളും നമ്മൾ ഈ അവസ്ഥയിലൂടെ പോകുമ്പം. കാരണം എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ 94 നിന്ന് ഡിവൈനിൽ ധ്യാനം കൂടെ, എൻ്റെ കല്യാണത്തിന് മുന്നെയാണ് ധ്യാനം കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു. ധ്യാനം കൂടാൻ അപ്പോൾ ആ വലിയൊരു ഹോളിൽ ഒരു നടുഭാഗത്തായിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ അവിടെ ആ സ്റ്റേജിലിരിക്കുന്ന വലിയൊരു ഈശോ, കൈ വിരിച്ച് പിടിച്ച് നിൽക്കുന്ന ഈശോ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവിടെ ആരാധനയുടെ സമയത്ത് എഴുന്നേറ്റ് നിന്നിങ്ങനെ ആരാധിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഉറക്കം വന്ന് ഞാൻ ഉറക്കം തൂങ്ങി നിൽക്കുന്ന പോലെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകുന്ന പോലെ. അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത്, ഞാനിങ്ങനെ എൻ്റെ ആ അവസ്ഥയിൽ നിന്ന് മാറി ഞാനൊരു കുഞ്ഞ് കൊച്ച്, പണ്ടൊക്കെ പിള്ളേരെ ഇങ്ങനെ ചെറിയ വെള്ള തുണി ഇങ്ങനെ കോണായിട്ട് കെട്ടിച്ച് നിർത്തുന്ന ഒരു ഇതുണ്ട്, കുഞ്ഞായിരുന്നു. അപ്പം ഞാനിങ്ങനെ അങ്ങ് പൊങ്ങിപ്പോയിട്ട് ആ വലിയ സ്റ്റേജിൽ നിൽക്കുന്ന ഈശോയുടെ താഴെ നിലത്ത് ഇങ്ങനെ ഒരു കുഞ്ഞ് കൊച്ചായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന ഞാൻ അവിടുന്ന് പതുക്കെ പൊങ്ങി നേരെ മുകളിലോട്ട് പോയിട്ട് ഈശോയുടെ ഇങ്ങനെ ഉള്ളം കയ്യിൽ നമ്മുടെ ഈ പെരുവിരലിനോട് ചേർന്ന് ഇങ്ങനെ കിടക്കുന്നതായിട്ട്, ഞാൻ ആ കുഞ്ഞു തുണിയൊക്കെ കൊടുത്ത് കിടക്കുന്നതായിട്ട് ഞാൻ ശരിക്കും കാണുന്നത്. അതിപ്പോഴും എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈശോയുടെ ഉള്ളം കൈ കയറി കിടക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു എന്നൊക്കെ. പക്ഷേ അന്ന് അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. കാരണം അന്ന് എന്നെ ഉള്ളം കയ്യിൽ കരുതിയ ഈശോ ഇന്ന് എന്നെ മാത്രമല്ല ഞങ്ങളെ കൊണ്ട് നടക്കുന്നു. അതിനുള്ള ഉദാഹരണമാണ് ഞങ്ങൾ ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പ്രവൃത്തിയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇനി അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്, സഹനങ്ങളുടെ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ കയ്യിൽ പിടിച്ച് കൊണ്ട് നടക്കുമെന്നുള്ളത്. അതായത് മറ്റേ സമയത്ത് കൂടെ നടക്കുമെങ്കിലും അല്ലെങ്കിൽ സഹനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വേദനകൾ കൂടുതലും ഈശോ നമ്മൾ ഉള്ളം കയ്യിൽ താങ്ങും എന്നുള്ളത് ശരിക്കും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ചേച്ചിക്ക് അന്ന് ഇപ്പോൾ കാണിച്ച ദൈവം കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനസ്സിലാകുന്നു അന്നത്തെ ഇത്. അതുപോലെ കാഴ്ചയൊക്കെ പോയ സമയത്ത് ഞാൻ അണക്കര ധ്യാന കേന്ദ്രത്തിൽ അവിടെ ഒരാഴ്ചത്തെ ധ്യാനം കൂടാൻ പോയപ്പോൾ അവിടെ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് സകല വിസ്തരോടുള്ള ലുത്തീനിയ പാട്ടായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഓരോ വിസ്തരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമല്ലോ. അപ്പം ഞാനങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സ്റ്റേജിൽ ഇങ്ങനെ ഞാൻ കാണുവാണ്, അതും ഇങ്ങനെ ഒരു മയങ്ങിപ്പോകുന്ന പോലെ. അപ്പം ഞാനിങ്ങനെ സ്റ്റേജിൽ കാണുക നല്ലൊരു പാറപ്പുറത്ത് ഈശോ ഒരു ചുമന്ന മേലങ്കിയൊക്കെ ഇട്ടിരിക്കുന്നതും അതിൻ്റെ അടുത്ത വശത്ത് മാതാവ് ഇങ്ങനെ നീല കാപ്പായൊക്കെ ഇട്ടിരിക്കുന്ന മാതാവ്, അങ്ങനെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മാതാവ് ഇരിക്കുന്നു. അതിൻ്റെ ചുറ്റിനെ മലാഖമാരിങ്ങനെ ചുറ്റിനെ നിൽക്കുകയാണ്, നല്ല വെള്ളം. പിന്നെ വിശുദ്ധന്മാർ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ ഒന്നും മുഖം ശരിക്കും അറിയത്തില്ല. പക്ഷേ ഈ പച്ചയും നീലയും ചുമപ്പും ഒക്കെ കൊടുത്ത നീളത്തിൽ ഉടുപ്പും നീളത്തിൽ കൈയൊക്കെയുള്ള ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. അതുപോലെ മുടിയൊക്കെ എത്രയോ നീളത്തിലുണ്ട്, ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതായിട്ട് കാണുക. അപ്പം കാണുമ്പോൾ ഞാനിങ്ങനെ ഓരോ വിസ്തരുടെ പേര് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയി കൈ കൂപ്പി പിടിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം 2-3 പേരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വരുക. ഞാൻ ഇപ്പം ധ്യാനത്തിനോട് നിൽക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു വിടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ അവരുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു.
അപ്പോഴേക്ക് ശരിക്കും ഈശോയുടെ അടുത്ത് നിന്ന് മാതാവ് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടും എൻ്റെ കയ്യെ പിടിക്കുന്നതും, ഞാനൊരു കുഞ്ഞുടുപ്പൊക്കെ ഇട്ടുണ്ട് കുഞ്ഞായിട്ട്, എന്നിട്ട് കയ്യെ പിടിച്ച് മാതാവ് എന്നെ അടുത്ത വിസ്തരം എടുത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പം ഞാനിങ്ങനെ കരച്ചിലങ്ങ് മാറി മാറി വന്നു. അവസാനം ഞാനിങ്ങനെ കുഞ്ഞ് തുള്ളി നടക്കുന്ന പോലെയാണ്. അങ്ങനെ അപ്പോൾ ഓരോ വിസ്തരം ഞാൻ സന്തോഷം. അപ്പോൾ ഉണ്ട് വളവനലച്ചനായിരുന്നു എന്നെ ഇത്. അപ്പം വളവനലച്ചൻ അന്നേരം ആ സമയത്ത് പറയും എല്ലാവരും കൈ കൊട്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനോർക്കും എൻ്റെ മനസ്സ് അവിടെ നിൽക്കുന്ന അച്ഛനിങ്ങനെ അറിയുന്നത്, എൻ്റെ സന്തോഷം ഇങ്ങനെ അറിയുന്നത്. അപ്പം ഞാനവർക്ക് ഇപ്പോഴും മാതാവ് ഇപ്പോഴും കൈ പിടിച്ച് കൊണ്ട് നടക്കുന്നതായിട്ട്, ഞാൻ ഇത്ര നാളായിട്ടും വീഴാതെയൊക്കെ 14 വർഷത്തോളം ആകാറായി ഇപ്പം കാഴ്ച പോയിട്ട് ഫുള്ളായിട്ട് പോയിട്ട്, പക്ഷെ ഒരിടത്തും വീഴാതെ ഇങ്ങനെ നടക്കുന്നത് പരിശുദ്ധാത്മാവിനോട് ഇപ്പോഴും ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു നടക്കുന്ന, മാതാവ് കൈ പിടിച്ച് നടക്കുന്നതായിട്ട്, അങ്ങനെ ആ വിശ്വാസമാണ് നമ്മളെപ്പോഴും മുന്നോട്ട്. അജിച്ചേട്ടൻ അത് ദൈവം നൽകി വലിയൊരു ബലമല്ലേ? അതെ അതെ, എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരുക്കി വെച്ചിരുന്ന പോലെയാണ് കരുതുന്നത്. അജിയുടെ ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും. അഖിലും അതെ ഞാൻ അഖിലേക്ക് വരും. എല്ലാത്തിനും സപ്പോർട്ടായിട്ടേ, എനിക്ക് ഇപ്പോൾ എന്ത് വേദനകൾ വന്നേലും എല്ലാത്തിനും ഒരു 100% സപ്പോർട്ട്. ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് അടുക്കളയിലെ ആളെല്ലാം കൊറോണ വന്നു കഴിഞ്ഞപ്പം തന്നെയായിരുന്നു അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യുന്നത്. അന്നേരം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത 2-3 കാര്യങ്ങളുണ്ട്. ചായ ഉണ്ടാക്കാനും മീൻ വറുക്കാനും അങ്ങനത്തെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ തന്നെ ഉള്ളപ്പോൾ എനിക്ക് അജി സഹായിച്ചു. ആശുപത്രിയിലെ മാമ അല്ലേ? ഡോക്ടർ സഹായിക്കും, അമ്മയുടെ കണ്ണൊക്കെ നോക്കിയല്ലേ? അങ്ങനെ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ പറഞ്ഞത് ഇപ്പത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും 100% സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവനാണേലും എപ്പോഴും ഹാപ്പി ആയിട്ട് എന്നെ ഭയങ്കര കരുതലൊക്കെയാണ്. അതിൽ നടക്കുമ്പോൾ വല്ല ഡോർ അടഞ്ഞാക്കിയാൽ കിടക്കുന്നെങ്കിൽ എന്നോട് പറയും അമ്മയെ സൂക്ഷിച്ച് ഡോർ അടഞ്ഞാണ് എന്നൊക്കെ പറയും, തട്ടും സൂക്ഷിക്കാൻ. അങ്ങനെയൊക്കെ എല്ലാം പ്രത്യേകിച്ച് പറഞ്ഞൊക്കെ തരാൻ കിടന്നുകൊണ്ടാണേലും. ഇപ്പം നമുക്ക് വീട്ടിലാരെങ്കിലും ഞങ്ങൾ തന്നെ ഉള്ളെങ്കിൽ വീട്ടിലാരെങ്കിലും വന്നാൽ ക്യാമറയിൽ കൂടെ അവൻ കിടക്കുന്ന കാണുമ്പോൾ അറിയാം. അപ്പം അറിയാവുന്നവരാണ് പറഞ്ഞു തരും ഇന്നയാളാ വന്നേക്കുന്നത്, ഒരു വണ്ടി വന്നിട്ട്. പിന്നെ നമ്മുടെ ചേട്ടന്മാരാണെങ്കിലും 2 പേര് അജിയുടെ സഹോദരങ്ങൾ നമ്മുടെ അപ്പുറം ഇപ്പുറം ഉണ്ട്. അവരൊക്കെയാണ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ച് അന്നേരം വരും. എൻ്റെ സഹോദരങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അങ്ങനെയൊക്കെ എന്നെ ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചാലേ നമ്മുടെ 2 വീട്ടുകാരുടെയും സപ്പോർട്ട് നന്നായിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും അങ്ങനെ എല്ലാവരും ചുറ്റിനെ ഉണ്ട്. അനുഗ്രഹമായി